സംശയക്ഷേത്രം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് ആത്മോപദേശ ശതകത്തിലെ 5-ാമത്തെ പദ്യമാണ്. ആ പദ്യം ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം. ഇതാണ് 5-ാമത്തെ പദ്യം. ഉലകർ എന്ന് പറഞ്ഞാൽ ലോകവാസികൾ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നർത്ഥം. ഉലകം എന്ന് പറഞ്ഞാൽ ലോകം എന്നുള്ളതിന് തമിഴിൽ ഉലകം എന്നാണ് പറയുന്നത്. ഈ ഉലകർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, മനുഷ്യർ ഉറങ്ങി ഉണർന്ന്. അതെങ്ങനെയാണ് ഉറങ്ങിയിട്ട് ഉണരുക? ഇവിടെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അജ്ഞാന നിദ്രയിൽ പെട്ട് കഴിയുക, അതാണ് ഉറക്കം. തമസ്സിന് പ്രാധാന്യമുള്ള അവസ്ഥയാണ് ഉറക്കം. തമോ ഗുണത്തിൻ്റെ പിടിയിൽ പെടുമ്പോഴാണ് മനുഷ്യർ ഉറങ്ങുന്നത്. ഇവിടെ സാധാരണ ഉറക്കത്തെക്കുറിച്ചല്ല ഗുരുദേവൻ പറയുന്നത്. ഉറങ്ങി ഉണരുമ്പോഴാണ് പ്രപഞ്ചാനുഭവം. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവിദ്യയാകുന്ന അവസ്ഥയ്ക്ക് വിധേയരായി എന്ന് പറഞ്ഞാൽ സത്യത്തെ വേണ്ടവണ്ണം അറിയാതെ, അതാണ് ഉറക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉള്ള വസ്തുവിനെ മനസ്സിലാക്കാതെ, ഉള്ളത് ആത്മാവ് മാത്രമാണ്, ഈ ലോകം അതിലെ വെറും ഭ്രമം മാത്രമാണ്. ആ ആത്മതത്വത്തെ വേണ്ടവണ്ണം അറിയാതിരിക്കുന്ന അവസ്ഥയാണ് അജ്ഞാനാന്ധകാരം. ഇരുട്ട് പോലെയാണ് ഈ അജ്ഞാനം. ആ ആത്മതത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഒന്നും അറിയില്ല. അങ്ങനെ അജ്ഞാന നിദ്രയിൽപ്പെട്ട്, അതാണ് ഉറങ്ങി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉണരുന്നു. അജ്ഞാന നിദ്രയിൽ നിന്ന് അല്ലെങ്കിൽ അജ്ഞാന അവസ്ഥയിൽ നിന്ന് പൊന്തുന്നതാണ് മനസ്സ്. മനസ്സാണ് ഉണരുന്നത്. ആദ്യം ആത്മാവിനെ അറിയാതിരിക്കുക വഴി നിദ്രാതുല്യമായ ഒരവസ്ഥയിൽ ജീവന്മാർ പ്രവേശിക്കുന്നു. അതിനെ തുടർന്ന് മനസ്സുണരുന്നു. മനസ്സുണരുമ്പോൾ പ്രപഞ്ചം അനുഭവപ്പെടുന്നു. അതാണ് ഉലകർ ഉറങ്ങി ഉണർന്ന് അജ്ഞാന അന്ധകാരത്തിൽ പെട്ടിട്ട് മനസ്സ് പൊന്തി ചിന്ത ചെയ്യും. ഓരോ കാര്യങ്ങൾ, ഓരോ തരത്തിലുള്ള സങ്കല്പങ്ങൾ മനസ്സിലിങ്ങനെ പൊന്തുന്നു. മനസ്സ് ചലിച്ചു തുടങ്ങുന്നു. അങ്ങനെ പലതും ചിന്തിച്ച് പല വ്യവഹാരങ്ങളിലും ഏർപ്പെട്ട് ചിന്ത ചെയ്യും. പലതും ഇതൊക്കെയും ഉറ്റ് പാർത്തു നിൽക്കും. ഈ മനസ്സിൻ്റെ കോപ്രായങ്ങൾ, മനസ്സെന്ന് പറയുന്നത് കുരങ്ങനേക്കാളും കഷ്ടമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് ആ മനസ്സിൻ്റെ ഉടമയ്ക്ക് പോലും അറിയാൻ സാധ്യമല്ല. അതായത് ലക്ക് ലഗാനമില്ലാതെ സങ്കല്പിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവമാണ് മനസ്സിൻ്റേത്. ഇങ്ങനെ പലതിനെക്കുറിച്ചും ചിന്തിച്ച് പലതരം ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട് ജീവൻ ദുഃഖത്തിൽ കഴിയുമ്പോൾ ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. ഇതിനെല്ലാം സാക്ഷിയായി. പാർക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പാർക്കുകയല്ല. മലയാളത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ് അർത്ഥം. പാർപ്പിടം, വീട് എന്നാണ് അർത്ഥം, വാസസ്ഥാനം. ഇവിടെ ഈ ജീവൻ്റെ വ്യവഹാരങ്ങൾക്ക്, ജീവൻ മനസ്സിലൂടെയും ശരീരത്തിലൂടെയുമാണ് പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നത്.
ആ കർമ്മങ്ങൾക്ക്, വ്യവഹാരങ്ങൾക്കെല്ലാം സാക്ഷിയായി വർത്തിക്കുന്ന ഒന്ന് ജീവൻ്റെ അധിഷ്ഠാനമായിട്ടുണ്ട്. അതിനെയാണ് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. അത് എപ്പോഴും സാക്ഷി മാത്രമാണ്. അത് ഒരു കർമ്മത്തിലും ഇടപെടുന്നില്ല. കർമ്മത്തിൻ്റെ സാക്ഷിയാണ് ഈ ആത്മാവ്. കർമ്മം ചെയ്യുന്നു എന്നുള്ള തോന്നൽ ജീവനാണ്. ജീവഭാവത്തിനാണ് ഞാൻ കർത്താവാണെന്നും ഭോക്താവാണെന്നുമുള്ള തെറ്റിദ്ധാരണ. ഈ ജീവൻ്റെ മനസ്സും ശരീരവും ഇന്ദ്രിയങ്ങളുമൊക്കെ ചലിക്കുന്നതിന് സാക്ഷിയായി ഒരു കാഴ്ചക്കാരൻ മാത്രമായി ഉറ്റു പാർത്തു നിൽക്കും. വളരെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് എല്ലാറ്റിനും സാക്ഷിയായി, എന്നാൽ ഒന്നിലും ഇടപെടാതെ. അതാണ് ആത്മാവിൻ്റെ മഹത്വം. സാക്ഷിഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷി ഒന്നിലും ഇടപെടാൻ പാടില്ല. ഇടപെട്ടാൽ അയാൾ സാക്ഷിയല്ല. ഇടപെടുന്നവൻ സാക്ഷിയല്ല, അവൻ ഇടപാടുകാരനാണ്. അവന് സാക്ഷി എന്ന് പറയാൻ പറ്റില്ല. ഈ ആത്മാവ് അല്ലെങ്കിൽ ദൈവം എപ്പോഴും സാക്ഷി മാത്രനാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഉറ്റു പാർത്തു നിൽക്കും, എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവൻ്റെ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾക്കും മനസ്സിൻ്റെ ചലനങ്ങൾക്കും ശാരീരിക കർമ്മങ്ങൾക്കും സുഖദുഃഖങ്ങൾക്കും എല്ലാറ്റിനും ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കും സാക്ഷിയായി വർത്തിച്ചുകൊണ്ട് എല്ലാറ്റിൻ്റെയും കാഴ്ചക്കാരനായി നിൽക്കുന്ന ഒരാളല്ല, ഒരു തത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ആത്മാവ്. ആ ആത്മതത്വത്തിൻ്റെ വെറും ഒരു നിഴൽ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും അനുഭവപ്പെടുന്ന ഞാൻ. ആ ഞാൻ ഭാവം മിഥ്യയാണ്, കള്ളമാണ്. ആത്മാവാണ് ഞാനായി പ്രകാശിക്കുന്നത്. പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ഒരു വിളക്കുണ്ട്. ഇവിടെ ആ വിളക്ക് നമ്മുടെ ഹൃദയത്തിലാണ്. അത് വിലമതിക്കാൻ പറ്റാത്ത വിളക്കാണ്. അതിൻ്റെ വില എത്രയെന്ന് ആർക്കും നിർണയിക്കാൻ സാധ്യമല്ല. കാരണം ഒരിക്കലും മങ്ങാത്ത വിളക്കാണ്, മങ്ങിപ്പോകാത്ത അല്ലെങ്കിൽ അണഞ്ഞു പോകാത്ത വിളക്കാണ്. സദാ പ്രകാശിച്ചു നിൽക്കുന്ന ഈ ആത്മതത്വം, വിലമതിയാതെ വിളക്ക്. അതെന്താണ് ചെയ്യുന്നത്? പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക്. ജീവൻ്റെ സകല വ്യാപാരങ്ങൾക്കും സകല കർമ്മങ്ങൾക്കും സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്ന വിലമതിക്കാൻ പറ്റാത്ത ഒരു വിളക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നിനെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല. അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നവർ ജ്ഞാനികൾ മാത്രമാണ്. അവരെയാണ് മഹാത്മാക്കൾ, മഹാപുരുഷന്മാർ, ജീവൻ മുക്തർ, ജ്ഞാനികൾ എന്നൊക്കെ വേദാന്തം പാടി പുകഴ്ത്തുന്നത്. ഈ വിളക്ക് എന്താണ് ചെയ്യുന്നത്? ഇത് ഉദിക്കയും പിൻപൊലികയുമില്ല. ഈ വിളക്ക് ഉദിച്ച് പൊലിഞ്ഞു പോകുന്നതല്ല. സാധാരണ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട്, സന്ധ്യാസമയത്തും അതിരാവിലെയും ഒക്കെ. ആ വിളക്ക് കത്തിച്ച് കുറേ നേരം കഴിയുമ്പോൾ ആ വിളക്ക് അണഞ്ഞു പോകും. പിന്നെ വൈകുന്നേരമാണ് അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് നമ്മൾ കത്തിക്കുക. ഈ വിളക്ക് ഒരിക്കലും ഉദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചിട്ട് പിന്നീട് പൊലിഞ്ഞു പോകുന്ന ഒരു വിളക്കല്ല. ഇത് വിലമതിക്കാത്ത ഒരു വിളക്കാണ്. പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന ജ്യോതിസ്വരൂപനായ ആത്മാവിനെയാണ് ഇവിടെ വിളക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊലികയും ഇല്ല. ഇപ്പോൾ നമ്മുടെ കർത്തവ്യം എന്താണ്? നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇത് കണ്ട് പോയിടണം. ഈ വിളക്കിനെ ഹൃദയത്തിൽ ഇരിക്കുന്നതായി
സാക്ഷാത്കരിച്ചിട്ട് ഇവിടെ നിന്ന് യാത്രയാകണം. എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നതിന് മുമ്പ്, ഈ ശരീരം നിലംപതിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, വിലമതിക്കാത്ത, ഉദിക്കുകയും പിൻപൊലികയും ചെയ്യാത്ത ഈ ജ്യോതിസ്വരൂപമായ ആത്മതത്വത്തെ കണ്ട്, എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിച്ചിട്ട് പോയിടേണം, ദേഹത്തെ ത്യജിക്കണം. ഇതാണ് ഇതിൻ്റെ ഉപരിപ്ലവമായ അർത്ഥം. ഇനി സാറിൻ്റെ വ്യാഖ്യാനം കൂടെ നോക്കാം. ഉലകർ, ജനങ്ങൾ, ഉറങ്ങി ഉണർന്ന് അജ്ഞാനത്തിൽപ്പെട്ട് സ്വരൂപം മറന്ന്, അജ്ഞാനത്തിന് വശംവദരാകുമ്പോഴാണ് ഞാൻ ആത്മാവാണെന്നുള്ള സത്യം വിസ്മരിക്കപ്പെടുന്നത്. അതാണ് ഉറങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണർന്ന് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ദൃശ്യങ്ങൾ സത്യമെന്ന് കരുതി ആത്മതത്വത്തെ വിസ്മരിക്കുമ്പോഴാണ് പ്രപഞ്ച അനുഭവം ഉണ്ടാവുന്നത്. ആത്മതത്വത്തിൽ പ്രതിഷ്ഠ നേടിയവർ പ്രപഞ്ചം എന്ന ഒരു വേറിട്ട സത്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവരുടെ കാഴ്ചപ്പാടിൽ എല്ലാം എപ്പോഴും ആത്മമയമാണ്. ആത്മാവാണ് നാമരൂപങ്ങളായി അഥവാ പ്രപഞ്ചമെന്ന പോലെ കാണപ്പെടുന്നത്. അപ്പോൾ ഉറങ്ങി ഉണർന്ന് എന്നുള്ളതിന് അജ്ഞാനത്തിൽപ്പെട്ട് സ്വരൂപം മറന്ന് പ്രപഞ്ച ദൃശ്യങ്ങൾ സത്യമെന്ന് കരുതി പലതും ചിന്ത ചെയ്യും, പലതരം ചിന്തകളിലൂടെ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടും. മനുഷ്യർക്ക് കർമ്മവാസന അതിശക്തമായി, മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവികളിലും ഈ കർമ്മവാസന വളരെ ശക്തമായി നിലനിൽക്കുന്നു. എന്തെങ്കിലും ചെയ്യണം, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അടങ്ങി ഒരു സ്ഥലത്തിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ശരീരം ചലിക്കാതിരുന്നാലും മനസ്സ് ചലിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നിശ്ചലത ഒരിക്കലും നാം ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. പലതും ചിന്ത ചെയ്യും. ആരാണ്? ഉലകർ. എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്? ഉറങ്ങി ഉണർന്ന് അജ്ഞാനത്തിൽപ്പെട്ട് ആത്മസ്വരൂപത്തെ വിസ്മരിച്ച് പ്രപഞ്ച ദൃശ്യങ്ങളെ സത്യമെന്ന് കരുതി അജ്ഞാനികളായ ലൗകികർ പലതും ചിന്ത ചെയ്യും. പലതരം ചിന്തകളിലൂടെ ലോക വ്യവഹാരങ്ങളിൽ ഏർപ്പെടും. ഈ ആത്മാവോ ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. എന്നാൽ അതിലൊന്നും ബന്ധപ്പെടാതെ എല്ലാം സാക്ഷിരൂപത്തിൽ പ്രകാശിപ്പിച്ച് നിൽക്കുന്ന തത്വമാണ് ആത്മാവ്. അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് എപ്പോഴും പ്രകാശിച്ചു നിൽക്കുന്നു. അതാണ് ഞാൻ എന്ന അനുഭവത്തിൻ്റെ അധിഷ്ഠാനം. അതുള്ളത് കൊണ്ടാണ് നമുക്ക് ഞാനുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയുന്നത്. എന്തിനേയും അനുഭവിപ്പിച്ച് തരുന്നത് ഈ ആത്മാവാണ്. അനുഭവം ആത്മാവിൻ്റെ കുത്തകയാണ്. മറ്റൊന്നിനും അനുഭവിക്കാനുള്ള കഴിവില്ല. ആത്മതത്വത്തെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവയെല്ലാം ജഡങ്ങൾ, നിർജീവ വസ്തുക്കൾ, കല്ലും മണ്ണും കട്ടയും പോലെ ജീവനില്ലാത്തവയാണ് മറ്റുള്ളതെല്ലാം. ഈ ആത്മചൈതന്യം എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ് എല്ലാം ഉള്ളവയായി തീരുന്നത്. ഓരോ ശരീരത്തിലും ഞാനെന്ന് പ്രകാശിക്കുന്ന ആ ജീവഭാവം ഈ ആത്മാവിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. അതാണ് ഞാനായി പ്രകാശിക്കുന്നത്. അത് തന്നെയാണ് പ്രപഞ്ചമായും പരിലസിക്കുന്നത്. ഈശ്വരനായും പ്രകടമാകുന്നത് ഇതേ ആത്മതത്വം തന്നെയാണ്. ഇങ്ങനെ ജീവൻ, ജഗത്ത്, ഈശ്വരൻ, ഈ മൂന്ന് തത്വങ്ങളായും പ്രകടമാകുന്നത് അദ്വയമായ പരമാത്മതത്വം മാത്രമാണ്. അത് സാക്ഷിഭാവത്തിൽ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒന്നിലും ഇടപെടാതെ വർത്തിക്കുന്നു. വിലമതിയാതെ വിളക്ക് അനന്താനന്ദസ്വരൂപമായ ബ്രഹ്മം. ആനന്ദത്തിന് വില കൽപ്പിക്കാൻ സാധ്യമല്ല. സുഖത്തിന് മൂല്യം നിർണ്ണയിക്കാൻ സാധ്യമല്ല.
പണം കൊടുത്ത് സുഖം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. ഭോഗവസ്തുക്കൾ, ഭോഗ്യവസ്തുക്കൾ എന്തിനാണ് മനുഷ്യർ വാങ്ങിച്ചു കൂട്ടുന്നത്? ലക്ഷറി ഐറ്റംസ്. നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതെല്ലാം സുഖത്തിന് വേണ്ടിയാണ്. അത് ടി വി ആയാലും, ഫ്രിഡ്ജായാലും, വാഷിംഗ് മെഷീൻ ആയാലും, മ്യൂസിക് സിസ്റ്റം ആയാലും, കമ്പ്യൂട്ടർ ആയാലും, മൊബൈൽ ഫോൺ ആയാലും എല്ലാം ജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതാണ്. നമുക്ക് ദുഃഖം നൽകുന്ന ഒന്നും നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാറില്ല, സ്വന്തമാക്കാൻ ശ്രമിക്കാറുമില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സുഖവും സ്വസ്ഥതയുമാണ്. ആ സുഖം നൽകാൻ കഴിവുള്ള വസ്തുക്കൾ എന്ന് നാം കരുതുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. പക്ഷേ ഈ ജഡവസ്തുക്കളൊന്നും നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ജഡത്തിൽ എന്ത് സുഖം? സുഖം ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആത്മതത്വം മാത്രമാണ് നമ്മെ സുഖിപ്പിക്കുന്നത്. കാരണം അത് സുഖസ്വരൂപമാണ്, ആനന്ദമാണ്, ബ്രഹ്മത്തിൻ്റെ സ്വരൂപം. ആനന്ദം സ്വരൂപമായ വസ്തുവിനെ സാക്ഷാത്കരിക്കുക വഴിയാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. പക്ഷേ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ വളരെ ചുരുങ്ങും. അപൂർവം ചിലർ മാത്രമാണ് ഈ ആത്മസാക്ഷാത്കാരത്തിനായി ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആത്മാവ് എന്നൊന്നുണ്ട് എന്ന് പലർക്കും അറിയില്ല. അത് തൻ്റെ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കുന്ന ഒരു വിളക്കാണ് എന്നുള്ള സത്യവും പലരും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ഈ അമൂല്യമായ ആനന്ദസ്വരൂപമായ ആത്മതത്വത്തെ പലരും അറിയാത്തത് കൊണ്ടും അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അറിയാത്തത്. അത് വേണം, ആത്മസാക്ഷാത്കാരം നേടണം, ആത്മദർശനം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനുഷ്യർ തീരുമാനിക്കാതെ ഈ മായാകാര്യങ്ങളിൽ ഭ്രമിച്ചു പോകുന്നത് കൊണ്ടാണ് ആത്മതത്വം നഷ്ടപ്പെട്ടതുപോലെയായിത്തീരുന്നത്. വാസ്തവത്തിൽ അതിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അത് തന്നെയാണ് ഞാനായി പ്രകാശിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാൻ എന്ന ഒരു ജീവഭാവം ഉണ്ടല്ലോ. ഞാൻ ഒരാളാണ്, ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ അച്ഛനാണ്, അമ്മയാണ്, സഹോദരിയാണ്, സഹോദരനാണ്, അമ്മാവനാണ്, അമ്മായിയാണ്, ബന്ധുവാണ്, സുഹൃത്താണ്, ഭക്തനാണ്. ഈ ഭാവങ്ങളെല്ലാം ഞാൻ എന്ന ഭാവത്തെ തുടർന്ന് പ്രകാശിക്കുന്നവയാണ്. ഈ ഞാൻ എന്ന ഭാവത്തിന് അധിഷ്ഠാനമായി വർത്തിക്കുന്നത് ആത്മാവാണ്. ആത്മാവില്ലെങ്കിൽ ഞാൻ എന്ന അനുഭവം ഇല്ല. ആത്മാവ് അനശ്വരമായ തത്വമായി തുടർന്ന് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ ഞാൻ ഭാവത്തിന് ഒരിക്കലും മാറ്റം ഇല്ലാത്തത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെയുള്ള അനുഭവങ്ങളെ എടുത്ത് വിശകലനം നോക്കിയാൽ ഒരു തരത്തിലും മാറാത്ത ഒരനുഭവം എന്ന് പറയുന്നത് ഞാൻ എന്ന അനുഭവമാണ്. മറ്റുള്ളതെല്ലാം മാറി മറിയുന്ന അനുഭവങ്ങളാണ്. ഞാനുണ്ട് എന്ന അനുഭവം ഒരു മാറ്റവും കൂടാതെ അനുസ്യൂതമായി എപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്നു. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് ആര്? ഈ ചോദ്യത്തിന് ഞാൻ എന്നാണ് ഉണർന്നിരിക്കുന്ന ഏത് വ്യക്തിയും മറുപടി പറയുക. ഇപ്പോൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? ഞാൻ. സ്ത്രീയായാലും പുരുഷനായാലും കുട്ടിയായാലും വൃദ്ധനായാലും പ്രായഭേദമന്യേ എല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത് ഞാൻ എന്ന വാക്കിലൂടെയാണ്. അത് ഒരു സങ്കല്പമല്ല, അത് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. ഞാനുണ്ട്, അത് ഉണ്മയുടെ അനുഭവമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ ഞാനെന്ന ആ ജീവഭാവം മാത്രമാണ് ലയിച്ചില്ലാതാകുന്നത്. ഉണ്മയ്ക്ക് ഒരു കോട്ടവും തട്ടുന്നില്ല. എങ്ങനെ അറിയാം? ഉറങ്ങിയ ആൾ വീണ്ടും ഉണർന്നു വരുന്നു.
ഉറങ്ങിയയാൾ ഉറക്കത്തിൽ ഇല്ലാതായിരുന്നെങ്കിൽ അയാൾ എങ്ങനെയാണ് വീണ്ടും ഉണർന്നു വരിക? അപ്പോൾ നമ്മുടെ ജീവഭാവമാണ്, ഞാൻ എന്ന വ്യക്തിത്വമാണ് ഉദിച്ചസ്തമിക്കുന്നത്. ആ വ്യക്തിത്വത്തിനും അധിഷ്ഠാനമായി വർത്തിക്കുന്ന പ്രകാശസ്വരൂപമായ അല്ലെങ്കിൽ അനുഭവസ്വരൂപമായ ആത്മാവ് എപ്പോഴും ഉള്ളതാണ്. ഉണ്മസ്വരൂപമായത് ആത്മാവ് മാത്രമാണ്. മറ്റുള്ള ഒന്നിനും ഉണ്മയില്ല. ആത്മാവുണ്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് മാത്രം ഉള്ളവയായി തീരുന്നവയാണ് മറ്റുള്ളതെല്ലാം. പക്ഷേ ആത്മാവിന് ഉണ്മ സ്വരൂപമാണ്. അതിൻ്റെ സ്വഭാവം തന്നെ ഉണ്മയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇല്ലാതാവുന്നില്ല. അതിൻ്റെ ഉണ്മ അതിനൊരിക്കലും നഷ്ടമാകുന്നില്ല. വിലമതിയാതെ വിളക്ക് എന്ന് പറഞ്ഞാൽ അനന്തമായ ആനന്ദം, അതിലില്ലാത്ത സുഖം, അതാണ് ആത്മസ്വരൂപം. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്, അങ്ങനെ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയണം. അങ്ങനെ ഒരു തത്വം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാഹ്യലോകത്തിൽ സുഖത്തിനായി പരക്കം പായുന്നത്. ആ നില നീങ്ങണം. സുഖം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. സുഖസ്വരൂപനായ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഞാൻ. അങ്ങനെ തന്നെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിലൂടെയാണ് ഒരാൾ ആത്മജ്ഞാനിയായി തീരുന്നത്. അനന്താനന്ദ സ്വരൂപമായ ബ്രഹ്മം ഉദിക്കയും പിൻപൊലികയുമില്ല. അത് ഉണ്ടാവുകയോ ഉണ്ടായി നിലനിന്ന് അവസാനം നശിക്കുകയോ ചെയ്യുന്നില്ല. പ്രപഞ്ച ദൃശ്യങ്ങളുടെ പൊതുവായ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാൽ, ആദ്യമില്ലാതിരുന്നു, ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നി, കുറേ കാലം നിലനിൽക്കുന്നത് പോലെ തോന്നി. ആ നിലനിൽക്കുന്ന കാലത്തിനിടയ്ക്ക് പലതരം പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കുന്നു. പിന്നീട് ക്ഷയിക്കാൻ ആരംഭിക്കുന്നു. അവസാനം നശിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാകുന്നു, മരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ജീവനുള്ളവയാണ് മരിക്കുക. ജീവനില്ലാത്ത ജഡവസ്തുക്കൾ നശിക്കുകയാണ് ചെയ്യുന്നത്. മരണവും ഒരർത്ഥത്തിൽ നാശമാണ്. ഈ ശരീരം നശിക്കുന്നതിനെയാണ് മരണം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിലമതിയാതെ വിളക്ക് അഥവാ ആത്മസ്വരൂപം ഉണ്ടാവുകയോ ഉണ്ടായിട്ട് കുറച്ചു കാലം നിലനിന്ന് പിന്നീട് നശിക്കുകയോ ചെയ്യുന്നില്ല. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇത് കണ്ടുപോയിടണം. ഈ സത്യസ്ഥിതി അനുഭവിച്ചറിഞ്ഞിട്ട് ദേഹം വെടിയണം. ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പെങ്കിലും ഈ പരമസത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കണം. മനുഷ്യ ജന്മത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ അതാണ്. ഞാൻ എന്തിനാണ് ജനിച്ചത് എന്ന് പോലും അറിയാതെ മനുഷ്യർ ജീവിക്കുന്നു. എൻ്റെ ജീവിതോദ്ദേശ്യമെന്ത്, ജീവിത ലക്ഷ്യമെന്ത്, എന്തിനാണ് ഈശ്വരൻ എനിക്ക് മനുഷ്യജന്മം തന്നത്, അതിനെക്കുറിച്ച് നാം ഒരിക്കലും ചിന്തിക്കുന്നേയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഭ്രമിച്ചു പോകുന്നു. ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തോടു കൂടിയവരായി ജീവിക്കുന്നു. നമുക്ക് മാറ്റമില്ലാത്ത ഒരു ലക്ഷ്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ലക്ഷ്യമാണ് ഓരോ വ്യക്തിക്കുമുള്ളത്. അപ്പോൾ ഉറച്ച മാറ്റമില്ലാത്ത ഒരു ജീവിത ലക്ഷ്യം നമുക്കില്ല. ഓരോ സമയത്ത് ഓരോ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടാനായി നമ്മൾ പ്രവർത്തിക്കുന്നു. ആ ലക്ഷ്യം നേടുന്നുമില്ല. നമ്മൾ ലക്ഷ്യങ്ങളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്ത്? ഈ ചോദ്യത്തിന് പലർക്കും ഉത്തരമറിയില്ല. ചിലർ പറയുന്നു, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല ഒരു ജോലി കരസ്ഥമാക്കണം, സർക്കാർ ഉദ്യോഗം നേടാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അടുത്തതൊരു വിവാഹം കഴിക്കണം, ഒരു കുടുംബജീവിതം വേണം. ശരി, വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ സന്താനങ്ങൾ വേണം.
അപ്പോഴാണ് ദാമ്പത്യം സഫലമാകുന്നത്. കല്യാണം കഴിച്ചത് കൊണ്ട് ഭാര്യയും ഭർത്താവുമായിട്ട് മുഖത്തോട് മുഖം നോക്കിയിരുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ സന്താന സൗഭാഗ്യം നേടണം എന്നുള്ള ലക്ഷ്യമായി. പിന്നെ കുട്ടികളെ വളർത്തി വലുതാക്കുക, അതായി ലക്ഷ്യം. അവരെ സ്കൂളിൽ സ്കൂളിൽ കൊണ്ടാക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവരെ വളർത്തി വലുതാക്കുക. അത് കഴിഞ്ഞാലോ ഉണ്ണിക്ക് ഒരു ഉണ്ണിയുണ്ടായി കാണണം. അതാണ് ഉണ്ണി എന്ന് പറഞ്ഞാൽ കുട്ടി. എനിക്ക് കുട്ടിയായിട്ട് ഒരാളുണ്ട്. ആ വ്യക്തി കല്യാണം കഴിച്ച് എനിക്കൊരു പേരക്കുട്ടി വേണം, എനിക്കൊരു മുത്തശ്ശനാവണം എന്നുള്ള ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം വാർദ്ധക്യമായി. ഇനി എന്താണ് ആഗ്രഹം? കഷ്ടപ്പെടാതെ മരിക്കണം. അപ്പം ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചതല്ലേ. 80-90 കൊല്ലം ജീവിച്ചത് കഷ്ടപ്പെടാതെ മരിക്കണം, സുഖകരമായ മരണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്, മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കഷ്ടപ്പെടാതെ, ദുഃഖങ്ങൾ അനുഭവിക്കാതെ, സ്വയം കഷ്ടപ്പെടാതെ, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെ മരിക്കണം. കാരണം മരണം അനിവാര്യമാണ്. മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയില്ല എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ വേദാന്ത ശാസ്ത്രം പറയുന്നു മരണമില്ലാത്ത ഒരവസ്ഥയുണ്ട്, അതാണ് മോക്ഷം. അത് നിങ്ങളുടെ പ്രയത്നത്തിലൂടെ നേടാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങൾ ആത്മാവാണ് എന്ന സത്യം സാക്ഷാത്കരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മരണമില്ല. അമരമായ ആത്മതത്വമാണ് ഞാൻ. ജനിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ മരിക്കുന്നില്ല. ജനിക്കാത്ത ആത്മാവാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് മരണമില്ല. ജനിച്ചതെൻ്റെ ശരീരം മാത്രമാണ്. ശരീരമാണ് ജനിക്കുകയും വളരുകയും ക്ഷയിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ആത്മാവ് ജനിക്കുകയോ വളരുകയോ ക്ഷയിക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ശരീരത്തിൻ്റെ പല മാറ്റങ്ങൾക്കും സാക്ഷിയായി വർത്തിക്കുന്നത്. അതാണ് വിലമതിയാതെ വിളക്ക്. ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, ഇന്ദ്രിയങ്ങൾ പരിവർത്തനപ്പെടുന്നു. ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എന്ന ഭാവം ഒരു മാറ്റവും കൂടാതെ സ്ഥിതി ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ആത്മാവിൻ്റെ പ്രകടനമാണ്. അതിനെ കണ്ട് പോയിടേണം. ഈ സത്യസ്ഥിതി അനുഭവിച്ചറിഞ്ഞ് ദേഹം വെടിയണം. അല്ലാതെ ഇവിടുന്ന് മരിച്ചു പോകുന്നവർ തിരിച്ചു വന്നേ പറ്റൂ. താങ്ക് യു, കം അഗെയിൻ. ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തേക്ക് കടന്നു. ജീവിച്ച് തൃപ്തിയായോ? നിങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായ ശാന്തി അനുഭവിച്ചുവോ? ജീവിത ഉദ്ദേശ്യം അത് നേടിയോ? ഇല്ല. മരിക്കുമ്പോഴും ഒരു 100 സഫലമാകാത്ത ആഗ്രഹങ്ങൾ. അവിടെ പോകണം, ഇവിടെ പോകണം. പഹൽഗാമിൽ ഒന്ന് പോയിട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെയും പോകാൻ പറ്റില്ല, തീവ്രവാദമാണ്. ജീവനോടുകൂടി തിരിച്ചു വരും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. മധുവിധു ആഘോഷിക്കാൻ പോയവരുണ്ടായിരുന്നു ഈ പഹൽഗാം, അല്ലേ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയിട്ടില്ല, എയർഫോഴ്സിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരാൾ. അവർ വിചാരിച്ചോ അവരുടെ അവസാന യാത്രയാണ് ഈ പഹൽഗാമിലേക്കുള്ള യാത്ര എന്ന്? അപ്പോൾ മനുഷ്യൻ ഒന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് നടപ്പിലാക്കുന്നു. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നാണ് നമ്മൾ പറയുന്നത്. തെറ്റാണ്, ഒരു ചെറിയ തിരുത്തുണ്ട്. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഹാസ് ഓൾറെഡി ഡിസ്പോസ്ഡ്. അദ്ദേഹം നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തീരുമാനം മാത്രമേ ഈ പ്രപഞ്ചത്തിൽ എന്നും നടപ്പിലാവൂ. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെയല്ല, പല മനുഷ്യരും തീരുമാനിച്ച് പലതും നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് നിങ്ങൾ തർക്കിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല. ഈശ്വരൻ തീരുമാനിച്ചതിനെ നിങ്ങളും തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടു എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നു.
നിങ്ങൾ തീരുമാനിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ തീരുമാനമാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്നെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? ചില സമയത്ത് ഈശ്വരൻ്റെ തീരുമാനവും നമ്മുടെ തീരുമാനവും ടാലിയാവും, രണ്ടും പൊരുത്തപ്പെടും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വിചാരിച്ചതുപോലെ നടന്നു. അങ്ങനെയല്ല. ഈശ്വരൻ വിചാരിച്ചതിനെ നിങ്ങളും വിചാരിച്ചു. ഈശ്വരൻ്റെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ തീരുമാനം നടപ്പിലായി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. അതിനാരാ ഉത്തരവാദി? നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അവിവേകികളായ മനുഷ്യർ, അവർ അഹങ്കാരം കാരണമായിട്ട് ഞാനാണ് ഇവിടെ പലതും നടത്തുന്നത്, എൻ്റെ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈശ്വരൻ്റെ തീരുമാനത്തിന് പ്രസക്തിയില്ല എന്നൊക്കെ വിചാരിച്ച് ഞെളിഞ്ഞ് നടക്കുന്നു. ഇത് തന്നെയാണ് അജ്ഞത. ജനങ്ങൾ അജ്ഞാനത്തിൽപ്പെട്ട് സ്വരൂപം മറന്ന് പ്രപഞ്ചദൃശ്യങ്ങൾ സത്യമെന്ന് കരുതി പലതരം ചിന്തകളിലൂടെ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടും. എന്നാൽ അതിലൊന്നും ബന്ധപ്പെടാതെ സാക്ഷിരൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന അനന്താനന്ദ സ്വരൂപമായ ബ്രഹ്മം ഉണ്ടാവുകയോ പിന്നീട് നശിക്കുകയോ ചെയ്യുന്നില്ല. ഈ സത്യസ്ഥിതി, ഇതാണ് വാസ്തവം. ഈ സത്യം മനസ്സിലാക്കാതെ മനുഷ്യർ ജനിച്ചു മരിക്കുന്നു. കൃമികീടങ്ങളെപ്പോലെ, പക്ഷി മൃഗാദികളെപ്പോലെ, വൃക്ഷലതാദികളെപ്പോലെ സത്യമെന്തെന്നറിയാതെ മോഹത്തിൽ ജീവിച്ച് മരിച്ചു പോകുന്നു. അതുകൊണ്ടെന്താ? വീണ്ടും ജനിക്കേണ്ടി വരുന്നു. പുനർജന്മം എടുക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് ഞാനായി പ്രകാശിക്കുന്നത്. ഞാനൊരു ജീവനല്ല, ഞാനൊരു വ്യക്തിയല്ല, മനുഷ്യനല്ല, സ്ത്രീയോ പുരുഷനോ അല്ല, എനിക്ക് ആരുമായും യാതൊരു ബന്ധവുമില്ല. ഏകവും അദ്വൈതവുമായ ആ പരമാത്മ തത്വമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളത്. അതല്ലാതെ മറ്റൊന്നുമില്ല. പലത് കാണുന്നത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്, ആത്മതത്വത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചം എനിക്ക് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നത്. ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അതുമാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചം, സൂര്യനും ചന്ദ്രനും പക്ഷി മൃഗങ്ങളും എല്ലാം അത് തന്നെയാണ്. നാമരൂപങ്ങളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പലതായി പ്രകടമാകുന്നത് ഒരേ തത്വമാണ് എന്ന് ജ്ഞാനികൾ സൂര്യതുല്യം അറിയുന്നു. അതുകൊണ്ടാണ് അവരെ അറിവുള്ളവർ എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള അറിവുണ്ടെങ്കിലും, പല കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും, പല വിഷയങ്ങളിലും നമ്മൾ പ്രഗത്ഭരാണെങ്കിലും നമ്മളെ അജ്ഞാനികളുടെ ഗണത്തിലാണ് ജ്ഞാനികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല. ഏതിനെ അറിഞ്ഞാലാണോ മനുഷ്യജന്മം സഫലമാകുന്നത്, സാർത്ഥകമാകുന്നത്, അതിനെ അറിയാതെ മറ്റു പലതും അറിഞ്ഞിട്ട് മരിച്ചു പോകുന്നു. നിങ്ങൾ മരിക്കുന്നില്ല എന്ന സത്യം അറിയാത്തത് കൊണ്ട് നിങ്ങൾ അറിയേണ്ടതിനെ അറിഞ്ഞിട്ടില്ല. ഇതാണ് വേദാന്തികൾ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ മരിക്കാത്ത ആത്മതത്വമാണ് എന്ന സത്യം തിരിച്ചറിയുന്നില്ല. മറ്റെന്തൊക്കെയോ പഠിച്ചു വച്ചിരിക്കുന്നു, പലതും നമ്മുടെ ബുദ്ധിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതൊക്കെ ഇഹലോക ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്നല്ലാതെ സുഖത്തിനും ശാന്തിക്കും ഈ അറിവുകൾ നമ്മെ ഒരു തരത്തിലും സഹായിക്കുകയില്ല. ഇപ്പം ഈ ശ്ലോകത്തിൽ ഇത് കണ്ടുപോയിടേണം, ആ ഒരു ഭാഗത്തിന് മാത്രമാണ് ബാലകൃഷ്ണൻ നായർ സാറ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ വളരെ ലളിതമാണ്. ഇത് കണ്ടുപോയിടേണം, ഈ ആത്മതത്വത്തെ അറിഞ്ഞതിന് ശേഷം ദേഹം വെടിയണം. അതിനെന്താണ് വ്യാഖ്യാനം നൽകുന്നത് എന്ന് നോക്കാം. സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് പ്രപഞ്ച പ്രതിഭാസത്തെ ഉളവാക്കുന്നത്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നു? ഈ പ്രപഞ്ചം എന്നോ ഉണ്ടായതാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ഈശ്വരനുണ്ട്.
ഇതൊക്കെയാണ് നമ്മുടെ ധാരണ. ഈ പ്രപഞ്ചം എന്നൊന്ന് വാസ്തവത്തിൽ ഇവിടെ ഇല്ല. സ്വപ്നം പോലെ സ്വപ്നം കാണുന്ന വേളയിൽ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടുവന്നിരിക്കും. പക്ഷേ ഉണർന്നെഴുന്നേറ്റാൽ ആ കണ്ടതെല്ലാം കള്ളമാണ് എന്ന് മനസ്സിലാവും. അല്ല, ഞാൻ വ്യക്തമായി അനുഭവിച്ചതല്ലേ, സ്വപ്നത്തിൽ അനുഭവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഉണർന്നെഴുന്നേറ്റാൽ ആ ദൃശ്യങ്ങളൊക്കെ എവിടെ പോകുന്നു? എന്തു പറ്റി ആ സ്വപ്ന ദൃശ്യങ്ങൾക്ക്? അല്ല, അതൊക്കെ പൊലിഞ്ഞുപോയി, മാഞ്ഞുപോയി. എന്തുകൊണ്ട്? അവ ഇല്ലാത്തവയായിരുന്നു. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി അവയ്ക്ക് സത്യത്വം നൽകി, അതൊക്കെ വാസ്തവമെന്ന് കരുതി ഭ്രമിച്ചു. അങ്ങനെയാണ് സ്വപ്നം സത്യമായിത്തീരുന്നത്. അതുപോലെ നമ്മുടെ പ്രപഞ്ച ജീവിതവും ഒരു സ്വപ്നമാണ്. ഈ സത്യം തിരിച്ചറിയണം. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം സ്വപ്നമാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ആത്മതത്വത്തെ അറിയാത്തത് കൊണ്ട്. ആത്മതത്വത്തെ അറിയാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് അജ്ഞാനം. ഈ അജ്ഞാനം ജീവന്മാരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം സത്യമെന്ന പോലെ കാണപ്പെടുന്നത്. അജ്ഞാനമറ നീങ്ങിയാൽ, അജ്ഞാനമറ എങ്ങനെ നീങ്ങും? ജ്ഞാനത്താൽ നീങ്ങും. സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോഴാണ് ഈ അജ്ഞാനമറ നീങ്ങുന്നത്. അപ്പോൾ ആത്മാവ് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ എന്ന് മനസ്സിലാകും.